ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴപ്പുളിശ്ശേരിയാണ്. നമ്മൾ പഴുത്ത മാങ്ങയും കൊണ്ടൊക്കെ കൂട്ടാൻ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാൻ. ഇന്ന് നമ്മൾ പറയുന്ന പേരാണ് പഴപ്പുളിശ്ശേരി. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പഴമാണ്. ഇങ്ങനെ നന്നായിട്ട് പഴുത്ത പഴം വേണം ഇതിൽ ഉപയോഗിക്കാൻ. പിന്നെ അതിലേക്ക് അരച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം, അതിലേക്ക് 4 പച്ചമുളകും കുറച്ച് ജീരകവും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, 2 ചുവന്ന മുളക്, പിന്നെ കുറച്ച് തൈര്. നമ്മളൊരു ഗ്ലാസ്സോളം തൈര് ഉണ്ടാവും. അതിനെ ബീറ്റ് ചെയ്ത് വെച്ചതാണ്, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒരു അടി അടിച്ച് വെച്ചാൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയുടെ പൊട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ കടുക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പഴം എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ തോല് കളയാം. പിന്നെ ഇതിനിങ്ങനെ നടുവഴി കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കറുത്ത സാധനം നമ്മൾ എടുത്ത് കളയണം. ഇതായിരിക്കും ഇടാൻ പാടില്ല. ഈ കറുത്ത സാധനം എടുത്തതിന് ശേഷമാണ് ഇത് മുഴുവനായിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പഴം ഇതിലേക്ക് മുറിച്ചിടാൻ പോകുന്നത്. എന്നിട്ട് സാധാരണ നമ്മൾ കഷ്ണം അരിയില്ലേ, അതേപോലെ പഴത്തിനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുക. എടുത്ത് വെച്ച പഴം അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പൊക്കെ കളഞ്ഞ് ഞാൻ അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി നോക്കി വെച്ചിട്ടുണ്ട്. ഇനി കളയാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയണമെന്നൊന്നുമില്ല, കളഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണെന്ന് മാത്രം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, പഴം വേഗം വേവും. അത് നല്ലോണം പഴുത്ത പഴമാണ്. നല്ല പഴുത്ത പഴം തന്നെ വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. ഇനി നമ്മൾ എടുത്ത് വെച്ച ഉപ്പ്, ഒരു ചെറിയ ശർക്കരയുടെ കഷ്ണം എടുത്ത് വെച്ചില്ലേ, കഷ്ണം. ഇപ്പോൾ ശർക്കര വേണ്ട, അധികം മധുരമൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ശർക്കര ഇടണ്ട, അല്ലാത്തൊരു ശർക്കര ഇട്ടോളൂ. അങ്ങനെ നല്ല പഴുത്ത പഴമായിരിക്കില്ലേ, അതുകൊണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ 4 പച്ചമുളക് അതിൽ ഇടുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി നമ്മൾ മുളക് പൊടി ഇട്ടു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ കടന്ന് വേവട്ടെ. ഇത് വേവുന്നതിനുള്ളിൽ നമുക്ക് ഈ നാളികേരം, ജീരകവും പച്ചമുളകും കൂടി അരച്ചിട്ട് വരാം കേട്ടോ. നന്നായിട്ട് അരയ്ക്കണം. ഇപ്പോൾ നാളികേരം പറഞ്ഞ ഒരു 6-7 സ്പൂൺ നാളികേരം ഉണ്ടാവുള്ളൂ, ടേബിൾ സ്പൂൺ നാളികേരം ഇപ്പോൾ ഇതിലുണ്ടാവുള്ളൂ. 6-7 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടില്ല, കുറച്ച് നാളികേരം മതി കേട്ടോ. ഇതപ്പോൾ നമുക്കിതിനെ നന്നായി അരച്ചെടുത്തിട്ട് ആ പഴം നന്നായി വെന്തു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ പഴം ഇട്ടിട്ട് നന്നായി തള വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ സ്റ്റീം കുറച്ച് കമ്മിയാക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഞാനത് കഴിഞ്ഞ് അത് നല്ലോണം സിമ്മിലാക്കി. ഇതൊരു 5 മിനിറ്റും കൂടി വേണ്ട, അതിന് മുമ്പ് വേവ്. നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഞാൻ അതിനെ ഈ കയ്യിൻ്റെ ഇത് വെച്ച് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഉടച്ചു കൊടുക്കുമ്പോൾ പുളിശ്ശേരി ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ പഴം കടിക്കണം എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ചിലത് ഉടച്ച് ചിലത് ഉടയ്ക്കാതെ അങ്ങനെ ഇടാം. പക്ഷെ ഞാൻ എപ്പോഴും ഇവിടെ എൻ്റെ രീതി ഇങ്ങനെ ഉടച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് പഴമൊക്കെ ഉടച്ച് കൊടുത്തു. കണ്ടോ, അങ്ങനെ അടിയിൽ വെള്ളമില്ല, അപ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് സ്റ്റീം എപ്പോഴും ഒരു തള വന്നു കഴിഞ്ഞാൽ കമ്മിയാക്കി കൊടുക്കണം. അങ്ങനെ പഴുത്ത പഴം ആയതുകൊണ്ടാണ് 5 മിനിറ്റ് കൊണ്ടൊക്കെ അത് വേണം. സിമ്പിളായ പണിയാണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ നാളികേരം അരച്ച് മിക്സിയുടെ ജാറും ഇറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ അരച്ചിരിക്കുന്നത്. ഇനി ഒരു ലേശം സ്റ്റീം കൂട്ടി കൊടുക്കുക, ഒരുപാട് കൂട്ടരുത്. കുറച്ച് കണ്ടോ, അപ്പോഴേക്കും തള വരാൻ തുടങ്ങി. അതിന് വേഗം അടി പിടിക്കും. പിന്നെ നാളികേരമൊക്കെ ഇതിലേക്ക് നന്നായി യോജിപ്പിക്കുക. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ, നന്നായി ഒന്ന്
തിളക്കട്ടെ അതിൽ കിടന്നിട്ട്. നന്നായിട്ട് തള വന്നു. അപ്പോൾ നമ്മളത് സ്റ്റീം കമ്മിയാക്കി. ഇപ്പം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടാറിയിട്ട് വേണമെങ്കിൽ തൈര് ഒഴിക്കും. ഞാൻ ചൂടോട് കൂടി ഒഴിക്കാറുണ്ട്. ഇതൊരു കഷ്ടിച്ച് ഒരു കപ്പ്, കപ്പിൻ്റെ കപ്പ് ഉണ്ടാവില്ലേ, അതിലൊരു കപ്പ് തൈരാണ്. അത് ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിയിലേക്ക് ഇത്തിരി വെള്ളം വേണ്ടേ, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിന് കുറച്ചും കൂടി കളർ വേണമെന്നുള്ളവർക്ക് 1/4 സ്പൂൺ മുളക് പൊടിക്ക് പകരം 1/2 സ്പൂൺ മുളക് പൊടി ഇടാം. പക്ഷെ പച്ചമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അത് കടന്നിട്ട് തൈര് അതിൽ കടന്ന് ഒരുപാട് തള വരണ്ട. ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. തള വരാൻ തുടങ്ങിയില്ലേ, അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പോ മുളകോ എന്തെങ്കിലും വേണോ, ഉപ്പ് കമ്മിയാണോ കൂടുതലാണോ. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടിയൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കാം. മധുരം വേണമെന്നുള്ള പോരാന്നുള്ള ആൾക്കാർക്ക് ഇനി വേണമെങ്കിൽ പഞ്ചസാര ഇടാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി എത്ര വെള്ളം ഒഴിച്ചത്. വെള്ളം ഒരുപാട് വേണ്ട, പഴം തന്നെ നല്ലോണം വേണമെന്നുള്ള ആൾക്കാർ വെള്ളം കുറച്ച് ഒഴിച്ചാലും മതി. ഇതാണ് പഴപ്പുളിശ്ശേരി. സിമ്പിൾ. 10 മിനിറ്റ് വേണ്ടി ഒഴിച്ചു. ഒരു പാൻ വയ്ക്കുക. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 സ്പൂൺ കടുക് അരിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. കരിവേപ്പിൻ്റെ കുറച്ച് വെള്ളമുണ്ട്. അപ്പം ഞാൻ ഗ്യാസിൻ്റെ മുകളിലേക്ക് പിടിച്ചിട്ടാണ് ഇടുന്നത്. ഗ്യാസ് വെച്ചിട്ട് ഈ കറിയിലേക്ക് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പഴപ്പുളിശ്ശേരി റെഡിയായി. നിങ്ങൾ ഒരു കഷ്ണമൊന്നുമില്ല, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നുമില്ല, പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അല്ലെങ്കിൽ പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നല്ല പഴുത്ത പഴമായിരിക്കണം. പിന്നെ ആ പഴം ഒന്ന് നുറുക്കേണ്ട സമയവും നാളികേരം ചിരവേണ്ട സമയം മാത്രമേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ടാവാൻ പറ്റുന്ന സിമ്പിൾ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്ന് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.